ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു കേട്ടോ. എന്ത് കാർഡ് വന്നാലും അതിൻ്റെ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞ് അതിനെ ക്യാൻസൽ ചെയ്യണം കേട്ടോ. ക്യാൻസൽ ചെയ്തിട്ട് പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞ് അതിനെ റിസീവ് ചെയ്യുക. നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാർഡ് നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട. അത് നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല. ഓക്കെ, പോസിറ്റീവായിട്ട് വരുന്നത് മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. വരുന്ന ഒരു കാർഡ്, ഒരു നെഗറ്റീവ് കാർഡ് നിങ്ങളെ എഫക്റ്റ് ചെയ്യരുത്, അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത് കേട്ടോ. അത് സംഭവിക്കത്തില്ല, അതെനിക്കുള്ള അല്ലത് വേറെ ആർക്കുള്ളതാണ്, അതങ്ങ് പറഞ്ഞേക്കണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ കറണ്ട് നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് എനർജീസ് ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് സൺ കാർഡാണ്. അടിപൊളി. സൺ കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ പോസിറ്റീവായിരിക്കും. നമ്മൾ ഒരുപാട് നല്ല പ്രതീക്ഷയോടുകൂടി ആയിരിക്കും ഇന്നത്തെ ദിവസം ഇരിക്കുന്നത്. ഒരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് മുമ്പ് ഒരുപാട് നെഗറ്റിവിറ്റീസ്, ചിലപ്പോൾ ഇന്നലെ രാത്രി തന്നെ നിങ്ങൾക്ക് കുറേ നെഗറ്റീവ് തോട്ട്സൊക്കെ മനസ്സിൽ വന്നിട്ട് കുറച്ച് കലുഷിതമായ മനസ്സോടുകൂടി ആയിരിക്കും ചിലപ്പോൾ കടന്നിട്ടുണ്ടാവുക. പക്ഷേ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്കൊരു പുത്തനുണർവാണ്. അതൊക്കെ കഴിഞ്ഞു പോയി. അത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞു. ഇനി എൻ്റെ ലൈഫിൽ അതിൽ നിന്നൊരു പാഠം മാത്രമേ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി അത് തന്ന അനുഭവങ്ങളെ ഞാൻ പുറകിൽ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അത് മാത്രം, ആ പാഠം മാത്രം ഉൾക്കൊള്ളുക. അതിന് കാരണക്കാരായ മനുഷ്യരെയും സാഹചര്യങ്ങളെല്ലാം എല്ലാം ഉപേക്ഷിച്ചേക്ക് ആ പാഠം മാത്രം കയ്യിലെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതുവാണെങ്കിൽ പുതിയ ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു ഉദയമാണ്, പുതിയ തുടക്കമാണ് എന്നാണ് സൺ കാർഡ് പറയുന്നത്. നമുക്ക് സൺ അറിയാം. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും, രാത്രി അസ്തമിക്കും, പിറ്റേ ദിവസം രാവിലെ ഉദിക്കും. അപ്പോൾ ഇതൊരു ചെയിൻ പ്രോസസ്സാണ്. അല്ലാതെ ഒരു ദിവസം ഉദിച്ചിട്ട് രാത്രി അസ്തമിച്ച് കഴിയുമ്പോൾ സൂര്യനും അടുത്തിട്ട് പിറ്റേ ദിവസം വരാതിരിക്കുമോ? ഇല്ല. അപ്പോൾ ഇത് ഓരോ ദിവസം ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. നമ്മളിലും അത് തന്നെയാണ്. രാത്രിയാകുമ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡൗൺ ആവും. ഇറ്റ്സ് ഓക്കെ. അതാണ് അതിൻ്റെ DK ഫേസ്. എല്ലാത്തിനും ഉണ്ട്. ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം. അത് സൂര്യനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. അത് ആ പ്രോസസ്സ് അങ്ങനെ നടക്കും. എന്നാൽ പിറ്റേ ദിവസം എങ്ങനെയാണ്? നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും റിജുവനേറ്റ് ചെയ്ത് വരും. അത് തന്നെയാണ് നമ്മുടെ മനുഷ്യനും സോളും എല്ലാം പറയുന്നത് തന്നെയാണ്. റിജുവനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നൊരു വളരെ പുതിയ തുടക്കമാണ്, വളരെ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ കാർഡ് കാണുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടിരുന്നുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ. അതുപോലെ എന്ത് വന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ എന്തൊക്കെ വന്നാലും നമ്മളതിനെ ആ പോസിറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നമുക്കതിനെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. അത് നമ്മുടെ ചിന്തയിലാണെങ്കിലും നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലാണെങ്കിലും പോസിറ്റിവിറ്റിയിലാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് കേട്ടോ. യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് കൊച്ചു കുട്ടികളുടെ കൂടെ യാത്ര പോകുന്നതോ, കൊച്ചു കുട്ടികളെ പോലെ നിങ്ങൾ യാത്ര പോകുന്നതോ, ഒരു തീർത്ഥയാത്ര പോകുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. ഒരു വിളംബരം പോലെ, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിലുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം, അത് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് സൺ കാർഡ് പറയുന്നത് കേട്ടോ. സൗണ്ട് കുറച്ച് കുറവായിരിക്കും. ഓൾറെഡി എനിക്ക് സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്. മാത്രമല്ല ഫാൻ ഇടാതെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ കേട്ടോ. അതുപോലെ ഞാൻ വിയർക്കും. അതുകൊണ്ട് ഫാൻ ഇട്ടേക്കണം. അതിൻ്റെ ഒരു എരമ്പൽ സൗണ്ട് കാണും. സോറി കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. മാക്സിമം സൗണ്ടിലാണ് പറയുന്നത്. ഇത് കണ്ടോ, ഫൂൾ കാർഡാണ് കേട്ടോ. ഫൂൾ കാർഡും പുതിയ തുടക്കം എന്നാണ്. പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ചൊരു പുതിയ തുടക്കം എന്നാണ്. ഈ ഫൂൾ കാർഡും പറയുന്ന യാത്രയാണ്, ഒരു തീർത്ഥയാത്രയെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ തുടക്കം എന്നാണ് പറയുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു തുടക്കം എന്നാണ്. ഇത് രണ്ട് സെയിം മീനിങ് ഉള്ള കാർഡാണ്. ഓക്കെ, ഇതൊരു യാത്രയുടെ തുടക്കം, ഒരു സൈക്കിളിൻ്റെ തുടക്കമാണ് ഫൂൾ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 19ാമത്തെ 21 ഈ ഫൂൾ ഉൾപ്പെടെ 22 കാർഡിലെ ഒന്നാമത്തെ കാർഡ് ഫൂളും ഇത് 19ാമത്തെ കാർഡുമാണ്. പിന്നെ 2 കാർഡും കൂടി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫൂളെന്ന് പറയുന്നതും വളരെ പുതിയൊരു തുടക്കം എന്നാണ്, ഒരു യാത്ര എന്നാണ്. അഡ്വഞ്ചറസ് ജേർണി ആണെങ്കിൽ ഒന്ന് റിസ്ക് എടുത്തിട്ടൊക്കെ യാത്ര പോകുന്നവരൊന്ന് സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ എന്ത് വന്നാലും അതിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മൂളിപ്പാട്ടും പാടി പ്രകൃതിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് ഒരു പോക്കങ്ങ് പോകാമെന്ന് പറയത്തില്ലേ, അതാണ് ഈ ഡാങ്കി നടക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു എനർജിയാണ് കേട്ടോ. അതായത് എന്ത് വന്നാലും നെവർ മൈൻഡ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു
പുതിയ തുടക്കമാണ് ഈ ഫോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു വളരെ ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലെന്നാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഇന്നലെ രാത്രി വരെ എന്ത് സംഭവിച്ചോ അതെല്ലാം പാസ്റ്റാണ്. പുതിയ നമ്മൾ വളരെ ഫ്രഷായിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നന്നായിട്ട് ഇന്ന ദിവസം പ്രാർത്ഥിക്കണം. നല്ല ദിവസം തന്നതിന്, നല്ല ഇന്നിപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലിന്, ബെഡിന്, തലയണയ്ക്ക്, പുതപ്പിന്, ഫാനിന് എല്ലാം, നിങ്ങളെ AC-ക്ക്, നിങ്ങളുടെ റൂമിലുള്ള എല്ലാ ആക്സസറീസിനും നന്ദി പറയണം. എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നന്ദി പറയണം, ആ വീടിന് നന്ദി പറയണം. എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക്, പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് വേണം നിങ്ങൾ അടുത്ത നെക്സ്റ്റിലേക്ക് പോകാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് ഏസ് ഓഫ് എൻ്റെ പൊന്നെ, ഏസ് ഓഫ് റോഡ്സ് അടുത്ത ഏസ് ആണ്. ഏസ് മീൻസ് തുടക്കം എന്നാണ് ഒന്നാമത്തെ കാണാം. ഏസ് ഓഫ് റോഡ്സ് പുതിയ തുടക്കം എന്നാണ്, പുതിയ ഒരു വോണ്ടാണ്. വോണ്ട് മീൻസ് ഒരു പാഷൻ, നിങ്ങളിതൊരു പാഷനെ ചേസ് ചെയ്ത് പോകുന്നു എന്നാണ്. ഒരു പാഷൻ നിങ്ങൾ അതിൻ്റെ തുടക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ ഡാൻസ്, പാട്ട്, പെയിൻറ്റിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം, പാഷനേറ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരാൾ എൻ്റർ ചെയ്യും, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ആൾ വന്നൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്. അതും അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോബ്, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാകാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ഏസ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏസ് ഓഫ് വോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണിത്? ഇതെന്ന് പറയുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം ധാരാളം പണം വരും. പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പണം പല ആവശ്യക്കാർ കാണും. പല ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പണത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും, പല ആവശ്യമുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനും മനസ്സുണ്ട്, കാരണം നമ്മുടെ പണം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കാനും മനസ്സുണ്ട്. പക്ഷേ ആ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ കൊടുക്കുന്നത് അത് ശരിക്കും അർഹതപ്പെട്ട ആളുകൾക്കാണോ നമ്മൾ കൊടുക്കുന്നത്. അതിപ്പോൾ പണമായാലും ശരി, നമ്മൾ കൊടുക്കുന്നത് എന്ത് തന്നെയായാലും അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അർഹതയുണ്ടോ, അല്ലെങ്കിൽ അവരത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സമയവും കരുതലും എന്ത് തന്നെയായാലും, സ്നേഹമായാലും നമ്മൾ സംസാരിക്കുന്ന സമയമാണെങ്കിലും അതിനൊക്കെ മൂല്യമുണ്ട്. അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്കാണ് അത് കൊടുക്കേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അർഹതയുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളിന്ന് ജനറസ് ആയിട്ട്, വളരെ ഉദാരമനസ്കതയോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളിന്ന് തയ്യാറാവണം. കാരണം യൂണിവേഴ്സ് ഇന്ന് നിങ്ങളെ ധാരാളം പണം നൽകി അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. ഇതൊരു കോംപ്രമൈസിൻ്റെയും കൂടെ കാർഡാണ്. അതായത് ഒരു ബാലൻസ് വേണം എന്നാണ്. അതിനനുസരിച്ച് മാത്രം ബാലൻസ് ചെയ്ത് വേണം ചിലവാക്കാൻ. അല്ലാത്ത വശം നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ആവശ്യത്തിനുണ്ടാവില്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പണം ആവശ്യത്തിനുണ്ടാവത്തില്ല എന്നൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പണം ധാരാളമായിട്ട് വരും എന്നാണ് കേട്ടോ 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നു എന്നാണ്. കല്യാണം നടക്കും എന്നാണ്. കല്യാണമോ കല്യാണ നിശ്ചയമോ ആയിട്ടുള്ള വീട് കയറിക്കൂടൽ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. കല്യാണ നിശ്ചയം അല്ലെങ്കിൽ കല്യാണം നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആയിരിക്കും. അങ്ങനത്തെയുള്ള ഫംഗ്ഷൻസിൽ പങ്കെടുക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വീടിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ ഘട്ടം, ഒന്നാമത്തെ ഘട്ടം പൂർത്തിയാക്കുന്നതോ പുതിയ ഘട്ടം ആരംഭിക്കുന്നതോ ആകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഒരു യാത്ര പുറപ്പെട്ട്, നമുക്ക് വളരെ ആഗ്രഹിച്ചൊരു യാത്ര പുറപ്പെട്ട് അതിലെ ആദ്യത്തെ ഘട്ടം നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ വീട് നിർമ്മിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുറ്റിയടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തറ പണി തീർന്നിട്ട് കട്ടിള വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളില്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചടങ്ങ് നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും. എന്തായാലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നടപ്പിലാവുന്ന ദിവസമാണ് കേട്ടോ. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണിത്. ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. അതുപോലെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് നിങ്ങൾ നേടുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശസ്തി അതൊക്കെ കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട്, സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇതൊരു സോൾമേറ്റിൻ്റെ കാർഡാണ്. സോൾമേറ്റ് യൂണിയൻ്റെ കാർഡും കൂടെയാണ് കേട്ടോ. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് ഒരു റീയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ സോൾമേറ്റും കൂടെ ആവാൻ സാധ്യതയുണ്ട്. സോൾമേറ്റ് യൂണിയനാണ്. പിന്നെ ഈ ട്വിൻ ഫ്ലെയിം കോൺസെപ്റ്റിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഇന്നൊരു റീയൂണിയൻ്റെ പോസിബിലിറ്റി ഉള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പം ഈ ഫ്രീക്വൻറ്റ് ഡേയ്സിൽ 11 എന്ന് പറഞ്ഞ സംഖ്യ നിങ്ങൾ മോസ്റ്റ്ലി ഫ്രീക്വൻ്റ്ലി കാണുന്നുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ യൂണിവേഴ്സൽ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഏഞ്ചൽ നമ്പേഴ്സ് കാണുക. ഞാനിപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് കുറഞ്ഞു കേട്ടോ. നേരത്തെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു. ഇപ്പം ഞാൻ ഫ്രീക്വൻ്റ്ലി കാണുന്നത് 11 കാണും. 1, 2, 3, 4 എപ്പോഴും കാണുന്ന സമയമാണ് 12:34 എന്നുള്ള സമയം. 1, 2, 3, 4 ഇത് ഞാൻ എപ്പോഴും കാണും.
11 കാണും, 10 10 12 12 ഈ ഏഞ്ചൽ നമ്പേഴ്സാണ് കാണുന്നത്. നേരത്തെ ഒരു 3-4 മാസമൊക്കെ മുമ്പാണെങ്കിൽ ഫുൾ ഏഞ്ചൽ നമ്പേഴ്സാണ്, എപ്പോഴും നോക്കിയാലും ഏഞ്ചൽ നമ്പേഴ്സായിരുന്നു. ഇപ്പോൾ അത് കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ യൂണിവേഴ്സൽ അലൈൻമെൻറ്റിൽ നിന്ന് മാറിപ്പോയോ, നമ്മൾ സ്പിരിച്വൽ വേയിൽ നിന്ന് മാറിപ്പോയോ എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, നമ്മൾ അതിൽ തന്നെയാണുള്ളത്. അപ്പം നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്താൻ പ്രാപ്തരായി എന്നാണ് ഈ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. ദെൻ 3 ഓഫ് സോർഡാണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അകാരണമായി മുറിവേൽക്കുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശം പറയുക, അത് നമ്മൾ തന്നെ കേൾക്കാനിട വരികയോ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിലപ്പോൾ മോസ്റ്റ്ലി അത് തന്നെയാണ്, നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമ്മൾ കേൾക്കുന്നതോ, അല്ലെങ്കിൽ സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എനർജി എന്ന് പറയുമ്പോൾ മുറിവൊക്കെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേര് ഇതൊരു കാർമിക് സിറ്റുവേഷനാണ്. ഈ 3 ഓഫ് സോഡ് എന്ന് പറയുന്നൊരു കാർമിക്കിൻ്റെ കാർഡാണ്. അപ്പോൾ കാർമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ ചിലപ്പോൾ ഒന്ന് വേദനിക്കാൻ സാധ്യതയുണ്ട്. അത് പാസ്റ്റിൽ നമ്മൾ മറ്റാരോടോ ചെയ്ത ഒരു കാര്യത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നതാണ്. അതേ കർമ്മം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ തന്നെ ഓർക്കുകയോ അല്ലെങ്കിൽ ആ സാഹചര്യം ഓർക്കുകയോ, പണ്ട് ഞാൻ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് സോഡ്. അതായത് നമ്മളെ മാനസികമായി സമ്മർദ്ദപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന എന്തോ ഒരു സാഹചര്യം ചിലപ്പോൾ ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ കടന്നു പോയിട്ടുള്ള ആ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള നിമിഷത്തിനെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കുകയും അത് ഓർത്ത് വേദനിക്കുകയൊക്കെ ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് മുറിവേൽപ്പിക്കുക, അതിനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ്ട. അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുവാണ്, വഴക്കുണ്ടാക്കാൻ വരുവാണെങ്കിൽ നമ്മൾ അവരോടൊന്നും പറയണ്ട. ഐ ലവ് യു, ഐ ബ്ലസ് യു, ഐ ലവ് യു, ഐ ബ്ലസ് യു, അങ്ങനെ പറഞ്ഞാൽ മതി ആ വ്യക്തിയോട്. അവരോട് നമ്മൾ നേരിട്ടും പറയണം, നമ്മൾ മനസ്സുകൊണ്ട് അവരോടത് പറഞ്ഞിരുന്നാൽ മതി. നമ്മൾ അവരെങ്കിലും ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കണം. നമ്മൾ അവരെടുത്ത് അവർ പറയുന്ന നെഗറ്റിവിറ്റി ഒന്നും നമ്മൾ എടുത്ത് വെക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. നെക്സ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണമാണ്. പണം വീണ്ടും വരുമെന്ന് കാണുന്നുണ്ട്. പണത്തിൻ്റെ അബണ്ടൻസ് ആണ്. അതുപോലെ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. പണത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ കിട്ടാനുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാണെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരെ പോവുക, റിസ്ക് എടുത്ത് അവരുടെ അടുത്തേക്ക് പോകുക എന്നുള്ളൊരു എനർജി ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾ റിസ്കി ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നാണ്. അതായത് ചിലപ്പോൾ നമ്മൾ ട്രഡീഷണൽ വേയിലല്ലാതെ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യത്തില്ലേ, സോറി, ഇപ്പം ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യത്തില്ലേ, ഇൻവെസ്റ്റ് ചെയ്യത്തില്ലേ, അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് പണത്തിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതുപോലെ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം നമ്മളിലേക്ക് വരും എന്നാണ്. കാരണം നമ്മൾ തന്നെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഈ പണം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പണ്ടെന്നോ കുഴിച്ചിട്ടൊരു വിത്ത്, അത് മുളച്ച് അത് പൂത്ത് കായ്ച്ച് അതിൽ നിന്ന് ഫലമുണ്ടായി നമ്മളത് വിറ്റ് അതിൻ്റെ ഈൽഡിൽ നിന്ന് പണം എടുക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കല്പം. അപ്പം പണത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാവും. പണം നമ്മളിലേക്ക് വരും, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമുക്കത് അനുഭവിക്കാൻ കിട്ടും എന്നൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ പണം നമ്മളിലേക്ക് വന്ന് ചേരും എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നിങ്ങൾ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ അല്ലാതെ മിസ് ചെയ്യുന്നത്, ആ ആളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. മണി മാനിഫെസ്റ്റേഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ. അപ്പോൾ കുറേ പണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് വെച്ചിട്ട് ഇന്ന ദിവസത്തിനകം എനിക്ക് ഇത്ര രൂപ കിട്ടിയതിന് നന്ദി എന്ന് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, എന്നാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് ആവത്തുള്ളൂ. 10 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഹാപ്പി ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ചിരിക്കാൻ, ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ട്രിപ്പ് പോവുക, അങ്ങനെയുള്ള കാര്യമാണ്. ചിലപ്പോൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവും, ഒരുമിച്ച് സിനിമ കാണുന്നുണ്ടാവും, ചുമ്മാ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെയാണ് 10 ഓഫ് കപ്സ്. ഇനി ഫാമിലിയായിട്ട് ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി യൂണിയൻ്റെ കാർഡും കൂടിയാണ്. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വഴക്കുണ്ടാക്കി പിരിഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ നടക്കുന്നു എന്നാണ് ഈ 10 ഓഫ് കപ്പ് പറയുന്നത്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല, ഫാമിലി പോലെ ജീവിച്ചിട്ടുള്ള ആളുകളും ആകാം, പാർട്ട്നേഴ്സ് ആവാം, അതുപോലെ ലിവിങ് ടുഗദർ ഉള്ളവരും അല്ലെങ്കിൽ ഫാമിലി പോലൊക്കെ ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ റീയൂണിയൻ്റെ കാർഡാണ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. എംപററാണ്. സോറി, എംപറർ എന്ന് പറയുമ്പോൾ ഇതൊരു ഫാദർ ഫിഗറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരാളുടെ സഹായം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരാളുടെ മാർഗനിർദ്ദേശം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു സ്ട്രക്ചർ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും.
അതായത് നിങ്ങളൊരു സ്ട്രക്ചറില്ലാത്ത ആളായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ നിങ്ങളെ ഭയപ്പെടുത്തുക പറ്റിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്ട്രക്ചറിലേക്ക് കടക്കുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ നിങ്ങൾ പോലീസിൽ പോയി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതാണ് എംപറർ. അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പോയി മീറ്റ് ചെയ്യുക, ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ യൂണിഫോം ഇട്ടിട്ടുള്ള ആളുകൾ, ഭരണകർത്താക്കൾ, അങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, അവരിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കുക. ഇതൊക്കെയാണ് എംപറർ എനർജി പറയുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ കുറച്ച് ധാർഷ്ട്യം, ധിക്കാരം എല്ലാ മനുഷ്യരുണ്ടല്ലോ. അത് ചിലരത് പ്രകടിപ്പിക്കും, ചിലർ പ്രകടിപ്പിക്കത്തില്ല. ഇന്ന് ചിലപ്പോൾ കുറച്ചൊരു ഈഗോ ഒക്കെ വർക്ക് ചെയ്യും. അപ്പോൾ മറ്റുള്ളവരോടൊന്ന് എതിർക്കാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറച്ചൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കോൺഫ്ലിക്റ്റ് ഒന്നും പോകണ്ട. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഇതൊരു നർച്ചറിങ് മദറാണ്, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണ്. അപ്പോൾ നിങ്ങൾ ഫീമെയിൽ എനർജീസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ട്, നിങ്ങളുടെ കയ്യിലുള്ള പണം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ വീട് വാങ്ങിക്കാനോ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ഒക്കെ പണം മുടക്കാൻ സാധ്യതയുണ്ട്. വീടിന് വേണ്ടി പണം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് പേര് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പണത്തിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് തൈറോയിഡ് പോലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇന്നേ ദിവസം കുറച്ചൊരു മൂഡി ആയിട്ടുള്ളൊരു എനർജി ആയിരിക്കും. ഒരു എന്താ പറയുന്നത്, ചിലപ്പോൾ പെട്ടെന്ന് ഫ്രീക്വൻ്റ്ലി ദേഷ്യം വരിക, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൂഡ് സ്വിങ്സ് വന്നിട്ട് ദേഷ്യം വരിക, കരച്ചിൽ വരിക, പെട്ടെന്ന് ചിരിക്കുക, അങ്ങനെ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് വരത്തില്ല. അങ്ങനെയുള്ളൊരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ ബോട്ടം വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഉയർന്ന ചിന്താഗതിയിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്താഗതി, പഴയ ചിന്തകൾ മാറുന്നു. നിങ്ങൾ നല്ല രീതിയിൽ കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നു. നിങ്ങളോടിപ്പോൾ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വളർച്ച നിങ്ങൾ നേടിയിട്ടുണ്ടാവും. അതായത് നിങ്ങളോട് പണ്ടത്തെ പോലെ ഒന്നും വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നേരത്തെ പോലെ അല്ല നിങ്ങളിപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ മച്ചുറായിപ്പോയി, ഒരു രാജ്ഞിയെ പോലെ ബിഹേവ് ചെയ്യുന്നു. വളരെ ഈ രാജാവിനെ ഉപദേശിക്കുന്ന രാജ്ഞിമാരില്ലേ, ഇപ്പം നമ്മൾ ഏത് സിനിമയാണ്, ബാഹുബലിയിൽ ശിവഗാമി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഇല്ല, അത് ശരിക്കും മാസ്കുലിനിറ്റി ഉള്ള ഫെമിനിൻ എനർജീസാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫെമിനിൻ എനർജിയാണ് ഈ ക്വീൻ ഓഫ് റോഡ്സ് അല്ലെങ്കിൽ ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കും നിങ്ങൾ. ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ളൊരു ആളായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു എനർജി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്. റീയൂണിയൻ്റെ കാർഡുകൾ കാണുന്നുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ എന്ന് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം കേട്ടോ. പണം എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പണം ചിലവാക്കുമ്പോൾ എപ്പോഴും സന്തോഷത്തോടുകൂടി പണം ചിലവാക്കുക. പോയിട്ട് ധാരാളമായി തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇരട്ടിയായി തിരിച്ചു വരണമെന്നോ കുടുംബക്കാരെ കൂട്ടിക്കൊണ്ട് വരണമെന്നോ പണത്തിനോട് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരാനാണ് പറയേണ്ടത്. ഇരട്ടിയായിട്ടോ 10 ഇരട്ടിയായിട്ടോ 100 ഇരട്ടിയായിട്ടോ ഒക്കെ തിരിച്ച് വരാനാണ് പറയേണ്ടത് കേട്ടോ. പറഞ്ഞാണ് നമ്മൾ പൈസ പറഞ്ഞയക്കാന്ന് പറയുന്നത്. ഓക്കെ, then നോക്കാം എന്താണ് യൂണിവേഴ്സ് ഏഞ്ചൽസിലൂടെ നമുക്ക് തരുന്ന ഗൈഡൻസ്. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് വെയിറ്റ് എന്നാണ്. നിങ്ങളെന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റഡ് ആണ്, മനസ്സിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെയിറ്റ്. നിൽ എന്ന് പറയുന്നില്ലേ, അതാണ് വെയിറ്റ്. ദെൻ സക്സസ് ആണ്. വെയിറ്റ് ചെയ്യൂ. ഒരു വെയിറ്റിങ്ങും വെറുതെ അല്ല. നിങ്ങൾക്ക് സമയം അന്വേഷിക്കാനും ആലോചിക്കാനും സമയം തരുന്നതാണ്. സക്സസ് ആണ്. ഇന്ന് ഒരു ഇത് വേണ്ട കേട്ടോ, നോ എന്നാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു തീരുമാനം എടുക്കണ്ട എന്നാണ്, നോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആലോചിച്ചൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക. കൃത്യം ആലോചനകൾ വേണ്ട ദിവസമാണ്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ഫസ്റ്റ് കാർഡ് വന്നത് സൺ കാർഡാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൺ കാർഡും ഫൂളും ഏസ് ഓഫ് വോൺസും ഒക്കെ പറയുന്നത് പുതിയ തുടക്കം എന്നാണ് കേട്ടോ. എന്തോ ആർക്കോ പുതിയ തുടക്കമുണ്ട്. ചിലപ്പോൾ മിക്കവാറും ആരെങ്കിലും വീട് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വീട് വെക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജി പോലെയാണ് തോന്നുന്നത്. കാരണം വീടുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത് കേട്ടോ. എന്തായാലും നല്ലതായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. എല്ലാ സന്തോഷം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റിവിറ്റീസും നിങ്ങളിൽ തന്നെ വന്ന് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക, ഏറ്റവും സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം.
ഇഷ്ടമില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താണെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.